മുറിയിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ ലച്ച് കാണുന്നു TV ഓൺ ചെയ്ത് മ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. മ്യൂട്ട് ചെയ്ത് കാരണം ഇത്ര സമയം TV ഓൺ ചെയ്ത കാര്യം അവൾ അറിഞ്ഞില്ല. അതും ഏതോ ന്യൂസ് ചാനൽ ഇന്റർവ്യൂ. അങ്ങേരെ കാണാൻ തത്രപ്പാൾ രണ്ടിന് TV പോലും ഓഫ് ചെയ്യാൻ മറന്നു. സാധാരണ ഈ സമയത്ത് ന്യൂസ് കാണാറില്ല രണ്ടാളും എന്ന് പറഞ്ഞു TV അൺമ്യൂട്ട് ചെയ്ത് ഓഫാകാൻ പോകുമ്പോഴാണ് അവൾ TV-യിൽ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയെ കാണുന്നത്. ദേവ്! അവളുടെ ചുണ്ടുകൾ അവൾ അറിയാതെ മന്ത്രിച്ചു. കമ്മീഷണർ സർ, താങ്കൾ ഇവിടെ നിന്ന് 2 മാസത്തിനിടയിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് സംഘത്തെയാണ് പിടിച്ചെടുത്ത്. ഇന്റർവ്യൂവറുടെ ചോദ്യം മുഴുവൻ ലച്ച് കേട്ടില്ല. അവൾ ഞെട്ടിയിരിക്കുകയായിരുന്നു. എന്ത്? ദേവ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസമായെന്നോ? അവൾക്കാകെ ടെൻഷനായി. കാരണം അവൻ ഞങ്ങളെ ഇവിടെ വെച്ച് കാണുകയെന്ന് അത്ര വലിയ ജോലിയല്ല. അങ്ങനെ കണ്ടാൽ തന്നെ മക്കളെക്കുറിച്ച് അവൻ അറിയും. ഇതൊക്കെ ഓർത്ത് അവൾ തലപൊക്കിയെന്ന് കേൾക്കുന്നു അവളെ ഏറ്റവും തകർക്കാൻ പറ്റുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു. സാറിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിയാം. ഭാര്യ കൂടെയുണ്ടോ? അവൾ നാട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ്. ലച്ചുവിനെ ഓർത്തുകൊണ്ട് അവൻ അങ്ങനെ മറുപടി നൽകാനാണ് തോന്നിയത്. പക്ഷേ ഇത് കേട്ട് നെഞ്ചു തകർന്ന ലച്ചുവിൻ്റെ ആയിരുന്നു. കാരണം അവൾ വിചാരിച്ച് അവൻ ഹേമയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. എങ്ങനെ സാധിച്ചു ദൈവം നിനക്കെന്നെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ? ഇന്ന് ഈ നിമിഷം വരെ എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു നിനക്ക് എന്നെ മറന്ന് പുതിയ ജീവിതം തുടങ്ങാൻ പറ്റില്ലെന്ന്. അങ്ങനെ വിചാരിച്ച ഞാനാണല്ലോ മണ്ടി. അതന്നായാലും ഇന്നായാലും നിന്നെ മാത്രം സ്നേഹിക്കുന്നൊരു വിട്ടി. ഞാനറിഞ്ഞ ദൈവം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിന്റെ ലച്ചില്ലാതെ നിനക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ദൈവം തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നു? പിന്നെ എന്തു പറ്റിയതാണ്? ഹേമ എന്നെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചിരുന്നു എനിക്ക് തോന്നി. അവൾ കരഞ്ഞുകൊണ്ട് അവനോടായിട്ടെന്ന പോലെ ചോദിച്ചു. അമ്മേ, എനിക്ക് അല്ലു അധികമെന്ന് വിളിക്കുമ്പോഴായിരുന്നു ലച്ചു ഉണർന്ന്. താൻ എന്താണ് ഇവിടെ കിടന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഓരോന്ന് ഓർത്ത് ഇവിടെ തന്നെ കരഞ്ഞു കിടന്നു എന്നത്. അവൾ വേഗം മക്കൾക്ക് ചായയും കൊടുത്ത് ഒന്ന് കുളിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. ആണോ? എന്താണ് നിങ്ങൾ വരിക? ലച്ചു സന്തോഷത്തോടെ ഫാഹുവിനോട് ചോദിച്ചു. എന്തായാലും മറ്റന്നാളെത്തി ഞങ്ങൾ. അതാണല്ലോ നല്ല. ശനിയും ഞായറും ഫ്രീ ആണല്ലോ നിങ്ങൾ. നീ മക്കളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ഐഷുമ്മ പെട്ടെന്ന് വരണേ. അല്ലു വരാടാ കണ്ണ. ഫാഹുവിൻ്റെ ചുന്ദരി മണികൾക്ക് ഇപ്രാവശ്യം ഏത് ടോയ്സാണ് വേണ്ടത്? ഇതേ ചേക്ക, നിങ്ങൾ രണ്ടും കൂടി ഓരോന്ന് വാങ്ങിക്കൊടുത്ത് ഫ്ലാറ്റ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വാങ്ങുന്നോ? നീ പോടി, നിങ്ങൾ പറ കുട്ടൂസേ. ഇപ്പൊ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ഐഷുമ്മ. പിന്നെ വാട്സാപ്പ് ചെയ്യാമേ. അതി അതാണല്ലേ. ഏതൊക്കെ ചോക്ലേറ്റ്സ് കൂടി വേണമെന്ന് പറയണേ. കളർ പെൻസിൽ വേണോടാ? എൻ്റെ പൊന്ന് ഫാഹു, അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. നീ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. നിനക്ക് അസൂയാടി. കൊച്ചുങ്ങൾ നന്നായിട്ട് വരക്കുന്നത്. നിനക്കാണെങ്കിൽ ഒരു പൂച്ചയെ പോലും വരയ്ക്കാനറിയോ? ഫഹദ് അവളെ പുച്ഛിച്ചു. പിന്നെ പൂച്ചയെ എലിയൊക്കെ വരയ്ക്കാൻ അറിയുന്ന ഒരാൾ. ലച്ചു അവനെയും തിരിച്ച് പുച്ഛിച്ചു. ലച്ചുമ്മ, ഈ പ്രാവശ്യം വരുന്ന എനിക്കൊരു സർപ്രൈസ് ആയിട്ടാണ്, ഐഷു പറഞ്ഞു. എന്താടി? പിന്നെ ഇപ്പൊ പറഞ്ഞെങ്കിൽ അതെങ്ങനെ സർപ്രൈസ് അവിടെ പൊട്ടി. ഫാഹു, മോനെ ഫാഹു, നീ ഇങ്ങോട്ട് വാട്ടാ, ഞാൻ ബാക്കി അപ്പം തരാം. പോയി കിടന്ന് ഇറങ്ങാൻ നോക്കടി. പിള്ളേർക്ക് 4 ലക്ഷം പഠിപ്പിക്കാനുള്ളതല്ലേ നാളെ. ഇനി ഉറക്കം കളഞ്ഞ് ഇംഗ്ലീഷിന് പോലെ മലയാളമാക്കണ്ട. ശരിടാ. അവൾ അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എന്ത് സർപ്രൈസ് ആയിരിക്കുമെന്നായിരുന്നു അവൾ ചിന്തിച്ച്. അപ്പോഴേക്കും കുട്ടികൾ മാമനെ കണ്ടുവരാമെന്ന് പറഞ്ഞ് ഓടിയിരുന്നു. ദേ, അമ്മ വരുമ്പോഴേക്കും ഫ്രഷായി നിൽക്കണേ, നമുക്ക് വൈകിട്ട് പുറത്തു പോകാനുള്ളതാ. ഫാവു വരുന്നതുകൊണ്ട് കുറേ സാധനമൊക്കെ വാങ്ങിക്കാനായിരുന്നു ലച്ചുവിൻ്റെ പ്ലാന്. അവൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. വൈകിയാലും കുഴപ്പമില്ല. കാരണം രശ്മി ചേച്ചിക്ക് രാത്രിയാണ് ഡ്യൂട്ടി കഴിയുന്നു. അപ്പോൾ ഒരുമിച്ച് വരാമെന്ന് വെച്ച്. ഹലോ അരുൺ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ദേവ് അതും പറഞ്ഞുകൊണ്ട് 2ാമത്തെ നിലയിൽ തന്നെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. എന്തോ റേഞ്ച് പ്രോബ്ലം ആയതുകൊണ്ട് അവൻ സംസാരിച്ചുകൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് പോയി. നാളെ അമർനാഥിനെ കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാനുള്ള ചർച്ചയായിരുന്നത്. സംസാരിച്ചുകൊണ്ട് അവൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കിയ ദേവ് ഞെട്ടിപ്പോയി. ഓട്ടോയിൽ കയറുന്ന ലച്ചു. അവനത് കണ്ടതും ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി. 2ാം നിലയിലായതുകൊണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നന്നായിട്ട് കാണാമായിരുന്നു. എന്നാൽ ലച്ചു കയറുന്നത് മാത്രമാണ് ദേവ് കണ്ടത്. അതിന് മുമ്പിലായി അല്ലു അധികം കയറുന്നവൻ കണ്ടില്ലായിരുന്നു. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ പറ്റില്ലെന്നോർത്ത് ദേവ് നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് വഴി പോകാമെന്ന് വിചാരിച്ച് അവൻ ഓടി ഓടി സ്റ്റെപ്പ് ഇറങ്ങുന്നിടയിൽ കാല് സ്ലിപ്പായി ഒന്ന് വീണ് നെറ്റിപൊട്ടി. ചോരാ മുറിവിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അവനത് ഗവനിച്ചില്ല. അവൻ എത്രയും പെട്ടെന്ന് അവിടെ അടുത്തെത്തണമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് അവൻ അതൊന്നും ഗവനിക്കാതെ എണീറ്റ് ഓടി ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ആ ഓട്ടോ റോഡിലൂടെ പാസ്സാവുന്നുണ്ടായിരുന്നു. അവൻ വേഗം തിരിച്ച് പാർക്കിങ്ങിൽ ചെന്ന് ബുള്ളറ്റ് എടുക്കാമെന്ന് കരുതിയിരുന്ന് ചാവിക്ക് വേണ്ടി പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അതിലില്ല. നേരത്തെ വീണപ്പോൾ മിസ്സായതായിരിക്കുമെന്ന് ഓർത്ത് അവൻ വേഗം ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ചാവിത താഴെ കിടപ്പുണ്ട്. ചാവിയും എടുത്ത് ബുള്ളറ്റ് എടുത്ത് കത്തിച്ച് വിട്ടപ്പോൾ ഓട്ടോ മുമ്പിൽ കണ്ടു. പക്ഷേ വിധിയുടെ വിളയാട്ടെന്ന് പറയുന്ന പോലെ ഒരു വൃദ്ധൻ റോഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അവന് കുറച്ച് നിമിഷം അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവൻ പറ്റുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചപ്പോഴാണ് അവൻ ട്രാഫിക്കിൽ പെട്ടത്. ട്രാഫിക് കഴിഞ്ഞ് ആ ഓട്ടോക്ക് വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ പൊടി പോലുമില്ല അവിടെ. ശരിക്കും ദൈവന് സങ്കടം വന്നു പോയി. കാരണം ഇത്ര അടുത്തുണ്ടായിട്ട് തനിക്ക് അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത്.
അവനവിടെ ചുറ്റും നോക്കിയെങ്കിലും അവരെ കാണാൻ സാധിച്ചില്ല. അത് വലിയൊരു മാർക്കറ്റായിരുന്നു. അവിടെ വെച്ച് ഒരാളെ കണ്ടുപിടിക്കുന്ന അത്ര എളുപ്പമില്ലെന്ന് അവനറിയാം. എന്നാൽ അതേസമയം അവന് തൊട്ടുപുറകിലുള്ള കടയിൽ അവൾ പച്ചക്കറിയൊക്കെ വിലപേശി വാങ്ങുന്നുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടും തിരിഞ്ഞുകൊണ്ട് അവർക്ക് അവനെ കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ ഫ്ലാറ്റിന് CCTV ഓട്ടോയുടെ അല്ലെങ്കിൽ ലച്ചു ഇവിടെ എവിടെയാണ് വന്നതിൻ്റെ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവിടേക്ക് പോയപ്പോഴാണ് അറിഞ്ഞത് CCTV കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേടാണെന്ന്. അവന് ശരിക്കും വട്ടുപിടിച്ചു പോയി. അവളെ ആരോടെങ്കിലും കണ്ടോ എന്ന് അന്വേഷിക്കാനും പറ്റില്ല. കാരണം ആ സമയത്ത് സെക്യൂരിറ്റി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ദേവിനാകെ വട്ടുപിടിക്കുന്ന പോലെയായി. സങ്കടവും ദേഷ്യം കൊണ്ട് അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവന്. ഇനിയും തന്നെ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് അവൻ നേരെ ബാറിലേക്ക് വിട്ടു. ലച്ചുവും പിള്ളേരും സാധനമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ ചേച്ചിയും ചേട്ടനും വന്നു. അവരുടെ നിർബന്ധത്തിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത്. ദേവു അരുണും അമൃതനാഥിനെ കുറിച്ച് അന്വേഷിച്ച് തിരികെ വരികയായിരുന്നു. തികച്ചും സാധാരണക്കാരെ പോലെയായിരുന്നു അവരുടെ വേഷം. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വാഹനം എടുക്കാതെ അരുണിന്റെ കാറിലായിരുന്നു യാത്ര. ആരും പോലീസാണെന്ന് അറിയണമെന്ന് കരുതി. സമയം ഏകദേശം 12 ആയിട്ടുണ്ട്. അപ്പോഴാണ് അരുണ് റീത്തുവിന്റെ കോൾ വന്ന്. അവനൊന്ന് നേരെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു. ഹലോ, എന്താ റീത്ത? ദേ അരുണേട്ടാ, ഇന്നും കൂടി കൊച്ചിന് പാമ്പേഴ്സ് വാങ്ങാൻ തന്നാ ഈശോ ആണ് ഞാൻ നിങ്ങളെ കൊണ്ട് ആ തുണിയൊക്കെ അലക്കിക്കും. അരുണാകെ ചമ്മിപ്പോയി. ദേവുള്ളതുകൊണ്ട്. ദേവിനാണെങ്കിൽ റീത്തുവിന്റെ ഭീഷണി കേട്ട് ചിരി വന്നു പോയി. എന്റെ പൊന്നു കൊച്ചു ഏട്ടൻ മറന്നല്ലേ, ഇന്ന് എന്തായാലും വാങ്ങിക്കും. എന്റെ കൊച്ചു ഫോൺ വെച്ചോ. വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല. പിന്നെ വേഗം വരാവോ, ഞാൻ ഇന്ന് ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? എന്നാ എപ്പോൾ വന്നത് ചോദിച്ചാൽ പോരെ? എന്നാ ശരി. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ദേവിന് ആ സുഖമുള്ള ഓർമ്മ വന്നു. തൻ്റെ ലച്ചു ഇങ്ങനെ തന്നെയാണ്. തൻ്റെ ഫേവറേറ്റ് ഭക്ഷണം ഉണ്ടാക്കി എന്നും തന്നെ കാത്തിരിക്കും. അരുൺ ദേവിനെ നോക്കിക്കൊണ്ട് ചമ്മി ചിരിച്ചു. നീ എന്തിനാണോ ചമ്മെന്ന്? ഭാര്യമാർക്ക് ഇങ്ങനെ തന്നെയാ. ആണല്ലേ? ഞാൻ കരുതി ഇവൾമാർക്കൊക്കെ ഈ സ്വഭാവം ഇവിടുന്ന് കിട്ടിയെന്ന്. ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം അല്ലേ സാറേ? അരുൺ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ച്. അരുൺ, എന്താ സാറേ? നീ ഇനി നമ്മൾ മാത്രമുള്ളപ്പോൾ എൻ്റെ പേര് തന്നെ വിളിച്ചാൽ മതി. സാറേന്ന് വേണ്ട, നമ്മളൊരു പ്രായമല്ലേ. അത് മാത്രമല്ല, എനിക്കവിടെ നിന്നോടാണ് ഏറ്റവും കൂട്ട്. അയ്യോ, അത് വേണോ? ഒന്നില്ലെങ്കിലും എൻ്റെ സീനിയർ ഓഫീസറല്ലേ. അതിനെന്താടാ, നീ വിളിച്ചോ. എന്നാ ഓക്കെ അബി. അരുൺ ഒരു കണ്ണിച്ചിമ്മി കൊണ്ട് വിളിച്ചു. അരുണിന് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയൊക്കെ ഫ്രീഡം തരുന്നേ. ഇത് ഇവിടെ നേരെ 5 മിനിറ്റ് പോയൊരു മാളാണ്. നമുക്ക് സമയമുണ്ടെന്ന്. അതുകൊണ്ട് റീത്ത് പറഞ്ഞ പോലെ എന്താന്ന് വെച്ച് വാങ്ങിയിട്ട് പോവാം. ഇല്ലെങ്കിൽ എൻ്റെ പാവ അരുണ് കുഞ്ഞിനെ തുണി കഴിയേണ്ടി വരും. ദൈവം അത് പറഞ്ഞ് ചിരിച്ചു. കളിയാക്കിക്കോ മോനെ, ഒരു ദിവസം നീ ഇത് കേൾക്കും. അരുൺ അങ്ങനെ പറഞ്ഞു. ദൈവം അല്ലാതെയായി. എന്നാൽ അരുൺ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ലച്ചു പോയതും അവൻ ഒരുപാട് തകർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞായിരുന്നു അവൻ കബോർഡിൻ്റെ അകത്ത് അവളുടെ സാരിയൊക്കെ എടുത്തു നോക്കി തിരിച്ചു വെക്കുമ്പോൾ അവൻ ആ സാരികളുടെ ഇടയിലായിട്ട് ഒരു ബോക്സ് കണ്ടത്. ഇങ്ങനെ ഒന്ന് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വെച്ച് അവനത് എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. ഇനി അത് ലച്ചുവിൻ്റെ ആയിരിക്കുമെന്ന് ഓർത്ത് അവൻ. ഇനി അത് തരാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലച്ചു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് അവൻ ഓരോന്നോർത്ത് ആ ബോക്സ് തുറന്നു. ഒരു ബ്ലാക്ക് ബോക്സാണത്. തുറന്നപ്പോൾ തന്നെ കാണുന്നു ഒരുപാട് ഡെക്കറേഷൻ പേപ്പറിൽ പൊതിഞ്ഞ ചെറിയ ചെറിയ പേപ്പറിൻ്റെ ഒക്കെ ഇടയിലായി ഒരു പിങ്ക് പേപ്പർ 4ആയി മടക്കിയിരിക്കുകയായിരുന്നു. അവനത് തുറന്നു നോക്കുമ്പോൾ തന്നെ കാണുന്നു ഹലോ ഡാഡ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. അതിൻ്റെ താഴെയായി ഒരു പ്രഗ്നൻസി കിറ്റും. ഇതൊക്കെ കണ്ട് അവന് ഭൂമി പിളർന്ന് താഴെ പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. അവന് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നിപ്പോയി. താനും ലച്ചു ഒരുമിച്ച് സന്തോഷിക്കേണ്ട സമയമായിരുന്നു. പക്ഷെ താൻ കാരണം തൻ്റെ ലച്ചു ഇത് പറയാൻ എത്ര തവണ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. പക്ഷെ താനെന്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ദൈവമേ, അവൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഏത് അവസ്ഥയിലായിരിക്കും അവൾ? അവൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എറിഞ്ഞു. താഴേന്ന് ശബ്ദം കിട്ടി ഓടി വന്ന സുഭദ്ര കാണുന്നു അതിൻ്റെ നടുവിലായി പൊട്ടിക്കരയുന്ന തൻ്റെ മകനെയാണ്. ലച്ചുവിനെ കാണാതായതുകൊണ്ട് സുഭദ്രയും രാമനാമൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്തെങ്കിലെന്ന് പേടിച്ച് വന്നതായിരുന്നു. കാരണം ലച്ചുവിനെ കാണാനില്ലെന്ന് അവൻ വിളിച്ചു പറയുമ്പോൾ അത്രക്കും തകർന്ന അവസ്ഥയായിരുന്നെന്ന് അവൻ്റെ ശബ്ദത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. എന്താടാ കുഞ്ഞ, എന്തു പറ്റി മോനെ എന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് 2 വാക്കുകൾ മാത്രമായിരുന്നു. എൻ്റെ ലച്ചു കുഞ്ഞു എന്ന്. കാര്യറിയാതെ അവർ നോക്കുമ്പോൾ കയ്യിൽ ഭദ്രമായി ചുരുട്ടി പിടിച്ച പ്രഗ്നൻസി കിറ്റ് കണ്ട് അവർക്ക് ഒരുപാട് വിഷമായി. അന്നു മുതൽ തനിക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല. ലച്ചുവിൻ്റെ കളിയും ചിരിയും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും ചീളുകളും കുസൃതികളും ഒക്കെ എന്നും തന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അബി ഇറങ്ങുന്നില്ലേ? ദേ മാളെത്തി എന്ന് പറഞ്ഞ് അവൻ തട്ടി വിളിച്ചപ്പോഴാണ് ദൈവ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നത്. കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം. എത്തിയിട്ടും ഇറങ്ങാൻ നിൽക്കും ദേവിനെ കണ്ടുകൊണ്ടാണ് അരുൺ തട്ടി വിളിച്ചത്. എന്തിനായിരിക്കും കണ്ണ് നിറഞ്ഞ്? അരുൺ ഓർത്തു. ആർക്കും അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനുണ്ടെന്ന് തോന്നി അരുൺ. അങ്ങനെ രണ്ടാമതും കൂടി നേരെ മുകളിലേക്ക് വിട്ടു.
അവിടെ കണ്ട ഫസ്റ്റ് കടയിലേക്ക് അരുണിനെ പറഞ്ഞു വിട്ട് അതിൻ്റെ തൊട്ടു മുമ്പിലായിട്ടുള്ള ബെഞ്ചിൽ ദേവിരുന്നു. ഇനി ബില്ലിയ അല്ലേ? ഐഷിനി ഒന്നും എടുക്കാൻ വിട്ടുപോയില്ലല്ലോ എന്ന് നോക്കിക്കൊണ്ട് ഫാദിനോട് പറഞ്ഞു. ബില്ല് ചെയ്ത് ഈ ടോയ്സ് ഇവിടെ തന്നെ വെക്കാം. സൂപ്പർ മാർക്കറ്റിൽ കയറി അവർക്ക് വേണ്ട ചോക്ലേറ്റ്സ് വാങ്ങിയുമ്പോൾ ഇതൊക്കെ തിരിച്ചെടുക്കാം. വെറുതെ ഇതൊക്കെ തൂക്കി അങ്ങോട്ട് നടക്കണ്ടല്ലോ. അത് ശരിയാണെന്ന് ഐശുവും തലയാട്ടി. അരുൺ കയറി അതേ ഷോപ്പിൽ തന്നെയായിരുന്നു ഫഹദും കയറിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങി ബില്ല് ചെയ്യുന്ന അവർ അരുണും ശ്രദ്ധിച്ചിരുന്നു. കാരണം ആ കട തന്നെ വാങ്ങിയതെന്ന് പറയാം ഫാഹുവും ഐശുവും. അങ്ങനെ ബില്ല് ചെയ്ത് പാക്കിങ് ചെയ്ത് അവിടെ തന്നെ ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് സംസാരിച്ചുകൊണ്ടിറങ്ങിയ ഫഹദ് കാണുന്നു എന്തോ ചിന്തിച്ചിരിക്കുന്ന ദേവിനെയാണ്. ഐശുവിനെ അത് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ലച്ചു പറഞ്ഞായിരുന്നു അവൻ കൊച്ചിയിലുണ്ടെന്ന്. തനിക്കത് മുമ്പേ അറിയാം. എന്തോ ലച്ചുവിനോട് പറയാൻ തോന്നിയില്ല. അവൻ നേരെ ദേവിൻ്റെ അടുത്തേക്ക് പോയി. ഹേയ് അബി! എന്തോ ചിന്തയിലുണ്ടായിരുന്ന ദേവി ഞെട്ടിയണീറ്റു. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവരായിരിക്കുമെന്ന്. മുമ്പ് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ലച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയവർ പറയണമെന്ന് ഏൽപ്പിച്ചു. പിന്നെ അവരെയും ശല്യം ചെയ്യാതെയായി. ആ ഫഹദ്, ഐഷു ഉണ്ടല്ലോ കൂടെ. സുഖാണോ? എന്താ ഇവിടെ? ഞങ്ങളിവിടെ ഷോപ്പിങ്ങിന് വന്നോ? സുഖം, നന്നായിരിക്കുന്നു. തനിക്ക് സുഖമല്ലേ? അതിനവനൊന്ന് പുഞ്ചിരിച്ചു. അതുകൊണ്ട് അവർക്ക് സങ്കടമായി. ഐഷു വേഗം ചോദ്യം മാറ്റി പിടിച്ചു. നാട്ടിൽ പോയില്ലേ? അച്ഛനമ്മക്കും സുഖമല്ലേ? ഇല്ല, കുറച്ചായി പോയിട്ട്. അമ്മയച്ഛനും സുഖമായിട്ടിരിക്കുന്നു. അബി എന്താടാ ഇവിടെ? കൊളീഗിൻ്റെ കൂടെ വന്നോ? ലച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? ദേവ് പ്രതീക്ഷയോട് ചോദിച്ചു. അതിനവർ ഒന്നും മിണ്ടിയില്ല. അവരുടെ മൗനത്തിൽ തന്നെ അവൻ വിചാരിച്ചു അവർക്ക് അവളെക്കുറിച്ച് അറിയില്ലെന്ന്. ഇല്ലാതെ സാറില്ല, ഞാൻ ചെയ്ത തെറ്റിന് ദൈവം നൽകിയ ശിക്ഷ അയക്കും ഇങ്ങനെ നേറി ജീവിക്കാൻ. എന്തെങ്കിലും കണ്ട അവളോട് പറയണം. അവളെയും കാത്ത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ കൊതിയുള്ള ഒരു അച്ഛൻ്റെ മനസ്സുമായി ഞാനിവിടെ നേറി ജീവിക്കുന്നുണ്ടെന്ന് ദേവ് ഒരു വേദനയോടെ പറഞ്ഞു നിർത്തി. ഇത് കേട്ട് ഐശുവിനും ഫഹദിനും ഒരു നിമിഷം ലച്ചുവിനോട് ദേഷ്യം വന്നുപോയി. ആ അതൊക്കെ വിട്, നിങ്ങളെവിടെ താമസം? ദേവ് ഒരു പുഞ്ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് ചോദിച്ചു. ആക്ച്വലി ഞങ്ങൾ ഇവിടെയല്ലേ താമസം, അങ്ങ് കൊല്ലത്താ. ഇവിടെ ക്ലൈൻറ്റ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു. നീ എവിടെ താമസം? ഞാനിവിടെ PG റോഡിലുള്ള സ്കൈ ബ്ലൂ അപ്പാർട്ട്മെൻറ്റിലാണ്. ദേവ് മറുപടി അറിഞ്ഞവർ ഞെട്ടിപ്പോയി. എന്നാൽ ശരി, എവിടെയെങ്കിലും വെച്ചാൽ കാണാം എന്ന് പറഞ്ഞ് ദേവിന് ഷെയ്ക്കാനെടുത്തുകൊണ്ട് ഐശുവിനെ കൊണ്ട് ഫഹദ് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. ഈ കാര്യം ലച്ചുവിനോട് പറയണ്ടല്ലേ, അവൻ അവിടെയാണ് താമസമെന്ന് ഐശു അവനോടായി ചോദിച്ചു. വേണ്ട, അറിയാതെ പോലും പറഞ്ഞു പോരുത്. ഇതൊക്കെ വിധിയാണ്. അച്ഛൻ മക്കളെ കാണേണ്ട സമയം അതിക്രമിച്ചു. ഇനി ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ചോരയെ തിരിച്ചറിയേണ്ട സമയം വന്നു കഴിഞ്ഞു. ഫഹദ് അതും പറഞ്ഞ് നടന്നു. എന്നാൽ നടക്കുന്നതിനിടയിൽ അവൻ ഓർത്ത് 4 വർഷം മുമ്പ് ലച്ചുവിനെ കാണാതായതിനു ശേഷം അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ച് തൻ്റെ കാലിൽ വീണ് കരഞ്ഞ ആ ചെറുപ്പക്കാരനായിരുന്നു. അത്രയ്ക്കും തകർന്ന അവന് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടില്ലായിരുന്നു. എന്നാൽ ലച്ചു മരിച്ചു കളയും അവനോട് അവൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞെന്നുള്ളവരുടെ ഭീഷണിക്ക് മുമ്പിലാണ് താൻ ഇന്നൊന്നും മിണ്ടാതിരിക്കുന്നവനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ താൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന്. അവളതിന് സമ്മതിച്ചില്ല. അവൻ സുഖമായി ഇരുന്നോട്ടെ എന്ന് മാത്രമാണ് അവളുടെ മറുപടി. ഇനി അവളോട് അവനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അവൾ അത് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. കാരണം അവളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കാഴ്ചവെച്ച എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ലച്ചുവിനെ മറന്ന് ഹേമയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെയാണ്. ഇനി അവരുടെ വീണ്ടുമുള്ളൊരു കൂടിച്ചേരും ചിലപ്പോൾ ദൈവയോട് വെച്ചായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവുക. അവൻ ഓരോന്നോർത്ത് ഐശുവിൻ്റെ അടുത്തേക്ക് നടന്നു.